ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങള് കോടനാട് എലിഫന്റ് ക്യാമ്പിൽ പോവാൻ കേട്ടോ. റിച്ചിനും കുട്ടി അവിടെ പോകണമെന്ന് കുറെ നാളെ വിചാരിക്കുന്നു. ഇന്നാണ് എന്തായാലും നടന്നത്. കാർട്ടൂണിൽ കാണുന്ന ആനേനെ നേരിട്ട് കാണുമ്പോൾ എക്സൈറ്റ്മെന്റിലാണ് റിച്ച്. എന്താ സന്തോഷം ചിരി. റിച്ചിനും കുട്ടി എനിക്ക് ഇങ്ങനെയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. രസമല്ലേ? അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. അവിടെ ഫ്രണ്ടിൽ ഇതേ ഒരു പോണ്ട് ഉണ്ട് കേട്ടോ. അതിൽ മീൻ ഉണ്ടെന്നും പറഞ്ഞ് ചേട്ടനും കുട്ടി റിച്ച് ഓടുന്ന കാണുന്നത്. പിന്നെ ഒരു കുഞ്ഞ് ആമ്പൽക്കുളം. ഈ കുളത്തിലാണെങ്കിൽ മീൻ പോയിട്ട് ഒരു പ്രാണിനെ പോലും കാണാനില്ല. അത്ര ക്ലിയർ ആയിട്ട് കിടക്കുന്ന വെള്ളം. ഇവിടെ പാസ് എടുക്കണം കേട്ടോ. ഗേൾസിന് 75, കിഡ്സിന് 50 അത്ര എങ്ങോട്ടാന്ന് തോന്നുന്നു. അത് ഞങ്ങളുടെ ലോകത്തോട്ട് കയറിയപ്പോഴേ മാൻ വീറിനെ കണ്ടു. അത് ദൂരെ ആയതുകൊണ്ട് അധികം കാണാൻ പറ്റില്ല, വീഡിയോ ക്ലാരിറ്റി ഇല്ല. അപ്പുറത്തെ അവൻ അങ്ങോട്ടേ ഓടി. ഞങ്ങളുടെയും ചാടിയാലും ചേട്ടാ ഇത് പിറകെ ഓടി ചെല്ലാൻ തന്നെ കാണുന്നു. ഇത് ഡീർ തന്നെ കേട്ടോ. ഇവിടെ എന്താ എഴുതിയിട്ടുണ്ട്? സാമ്പാർ ഡീറോ? സാമ്പാർ കഴിക്കുന്നതാണോ? സാമ്പാർ ഡീർ, സാമ്പാർ. ഇതൊരു മ്ലാവ് കേട്ടോ. മ്ലാവിനെ ആദ്യമായിട്ട് നിങ്ങൾ നേരിട്ട് കാണുന്ന മ്ലാവ്. പിന്നെ ഈ വഴിയായിട്ട് ആന. പണ്ട് ആനേനെ കാണാൻ പോകുന്ന വഴി ഇതായിരുന്നു. അപ്പൊ അത് ക്ലോസ് ചെയ്തേ നേരെ ഇപ്പുറത്തോട്ടാക്കി. അവിടെ ഒരു വണ്ടി എടുക്കുന്നുണ്ട്. അത് ആനയ്ക്ക് തീറ്റ കൊണ്ടുവന്നേക്കുന്നതാണ്. പ്ലാവല. ആന പ്ലാവല തിന്നുന്നു അന്ന് കേട്ടോ ഗൈസ് ഞാൻ അറിഞ്ഞത്. പട്ട തിന്നൂന്നറിയാം, വേറെ പ്ലാവല തിന്നുന്ന സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ആരും കളിയാക്കരുത് കേട്ടോ ഗൈസ്. ഇത്തിരി നടക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. അങ്ങോട്ട് ഞങ്ങൾ അവിടെ എത്തി. ഫസ്റ്റ് ആന. ഈ ആനയുടെ പേര് പാർവതി എന്നാട്ടോ. 22 വയസ്സുള്ളൂ. എന്നേലുള്ളതാ. 22 വയസ്സുള്ളൂ. ചെറുപ്പക്കാരിയാ എന്തായാലും. ആനയാണെങ്കിൽ അവിടെ എന്ത് പട്ട എന്താ തിന്നോണ്ടിരിക്കുകയാണ്. അടുത്ത സ്ഥലത്തുണ്ട് അവിടെ ആനയില്ല. അതിന്റെ ബാക്കിൽ ഒരു ആന നിൽപ്പുണ്ട്. ചിലപ്പോ ആനയുടെ ആയിരിക്കും ഇത്. അഞ്ജന എന്നാണ് ഈ ആനയുടെ പേരിട്ടാ. 21 വയസ്സ്. ഇത് ഹരിപ്രസാദ്. ഈ ആനയുടെ പേര് ഹരിപ്രസാദ്. 25 വയസ്സെന്നാണ്. അവിടെ ബോർഡ്, ഓരോ ആനകളുടെ ഫ്രണ്ടിൽ ബോർഡ് അവരുടെ ഏജ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഹരിപ്രസാദ്. ഇത് ആശ. ഇതിന്റെ പേര് ആശ എന്നാട്ടോ. ഇതെന്ത് സ്റ്റാച്ചു ആയിട്ട് ഇതാണ്. ആനകളുടെ പേര് കണ്ടോ ഗൈസ്? പാർവതി, അഞ്ജന, ആശ, ഹരിപ്രസാദ്. മനുഷ്യർക്കും ഇത്രയും നല്ല പേര്. അല്ല, ദൈവത്തിന്റെ ഒരു സൃഷ്ടികളെ. കരയിലെ ഏറ്റവും വലിയ ജീവി എന്നൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചതൊക്കെ ഇപ്പൊ ഓർമ്മ വരുന്നത്. ഒരു ഭംഗിയല്ലേ നിങ്ങളൊക്കെ കാണാനായിട്ട്. ഇവിടെ ഇത്ര ആനകൾ. ഒരാനയും കൂടി ഉണ്ട് കേട്ടോ. ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയാണ്. ആകെ ഒരു 5-6 ആനയേ ഉള്ളൂ. നമ്മൾ കുറെ ആനകൾ ഉണ്ടായതാണ്, ഇപ്പൊ കുറവാട്ടോ. ഞങ്ങൾ നടന്ന് അടുത്ത ആനയെ കാണാൻ പോകുന്ന വഴിക്കുന്ന അവിടെ നാട്ടുകാരാണ് ചേട്ടയെ പരിചയപ്പെടുത്തിയതാണ് ഞാൻ. ഞാൻ കണ്ടിട്ടില്ല, ആരണവ. ഇത് അടുത്ത ആനേനെ ഇത്തിരി ദൂരെ ആട്ടോ കെട്ടിയിരിക്കുന്നത് ആന. ആ ആനയുടെ പേര് ചന്ദ്രു. ചന്ദ്രു എന്നാട്ടോ ആനയുടെ പേര്. ആനേനെ മാത്രം എന്താ ദൂരെ നിർത്തിയേക്കുന്നതെന്ന് അറിയില്ല. ആനയുടെ ഏജ് ഉണ്ട് 49 വയസ്സ്. ഇവിടുത്തെ സീനിയർ സിറ്റിസൺ ആണെന്ന് തോന്നുന്നു. ബാക്കിയുള്ള 30-ന് താഴെയാണ് ആനകളുടെ ഏജ് ഉണ്ട്. ഇത് സീനിയർ സിറ്റിസൺ ആണെന്ന് തോന്നുന്നു. ഞാൻ കാണുന്നുണ്ട്. അത് പണ്ട് ആനേനെ ചട്ടം പഠിപ്പിക്കാനൊക്കെ വേറെ ആനകളെ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ അതിലാണ് നിർത്തിയായിരുന്നു. വേണ്ടി ചേട്ടാ എന്തോ പറഞ്ഞു കേട്ടു. ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായില്ല. ഇത് ആനയുടെ ഹിസ്റ്ററിയാണ്. മണ്ണാർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ആനേനെ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ഈ ആനേനൊക്കെ കണ്ട് തിരിച്ച് നടക്കുക കേട്ടോ. ഇനി ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഒക്കെ ഉണ്ട്. കുട്ടികളുടെ പാർക്ക് മാത്രമല്ല, നമുക്ക് മറ്റേ ഊഞ്ഞാല്, പിന്നെ മറ്റേ കിടക്കുന്ന നെറ്റില്ലേ, അതിന്റെ പേര് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ നടക്കാനുണ്ട് കേട്ടോ. ആനേനെ കാണാൻ നടക്കാൻ വന്നെങ്കിലും കൂടുതൽ ദൂരം നടക്കാനുണ്ടെന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് നടന്ന് മടുത്തപ്പോൾ ഞാൻ ചേട്ടയുടെ കയ്യെ തുന്നി നടക്കാൻ കേട്ടോ. സ്നേഹപ്രകടനമൊക്കെ കാണിച്ച് തോളിലൊക്കെ ഒന്ന് ചാച്ചിട്ടാണ് നടന്നത്. പക്ഷെ ആ റിമൈൻഡ് ചെയ്യാൻ എന്റെ ഏറ്റവും റിച്ചുവിനെ നോക്കി നടക്കാൻ കാട് കയറി നടക്കാണ്. നല്ല വഴിയായിട്ട് കഴിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആനകളെ വേണമെങ്കിൽ വഴിയാണ് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള നേച്ചർ. എന്റെ ബാക്കിൽ കിടക്കുന്ന ആ വണ്ടി ചന്ദ്രു എന്ന് പറഞ്ഞ ആനയ്ക്ക് പ്ലാവല കൊണ്ടുവന്ന കേട്ടോ. ആ വണ്ടി അവിടെ കിടക്കുന്ന. ഒരു 3 വർഷം മുമ്പ് ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്ത് ഒരു എലിഫന്റ് ക്യാമ്പിൽ പോയിരുന്നു കേട്ടോ. അവിടെ കുറെ ആനകളുണ്ട്, പക്ഷെ ഇവിടെ കുറവാ. മടുത്തപ്പോ ഞങ്ങൾക്ക് ഒരു ബെഞ്ച് കണ്ടപ്പോ ഞങ്ങൾ അവിടെ ഇരിക്കാൻ കേട്ടോ. ഇവിടെ കഴിച്ചിട്ടില്ലേ. അങ്ങനെ ഇവിടെ പാർക്കിലോട്ട് എത്തി. ഇവിടെ ഒരു ചേട്ടന്മാരെ കൂന്നാല ആടുന്നുണ്ട്. ആ കാണുന്ന സൗകര്യത്തിൽ കാണുന്ന സ്നേക്ക് ആൻഡ് ലാഡർ കേട്ടോ. പാമ്പും കൂടിയും കളിക്കില്ല നമ്മൾ, ആ സംഭവം കേട്ടോ. ആ കാണുന്ന ലേക്കിലാണ് ആന കുളിക്കാനും കുടിക്കാനൊക്കെ ഇറങ്ങുന്നത്. സൈഡിൽ കൂടെ സ്റ്റെയർ ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അങ്ങോട്ടേക്ക് ചാടിയാലോന്ന് എഴുതി ചേട്ടൻ നൈസായിട്ട് പിറകെ ചെല്ലണ്ട. അങ്ങനെ കണ്ടപ്പോ ഒരു രസം. ആദ്യമായിട്ട് ഇങ്ങനെ സ്ഥലത്ത് വരുന്ന കേട്ടോ. ഈ നെറ്റില് ഇവനൊക്കെ എടുത്തിട്ട് ഒരു ഫോട്ടോ വീഡിയോ എടുക്കാനൊക്കെ എടുത്തിട്ട് ചാടി എനിക്ക് പോരാണ് പപ്പാ എന്നും പറഞ്ഞു. എനിക്കൊരു ഊഞ്ഞാല് കിട്ടി. എത്രയോ നാൾക്ക് ശേഷം നെസ്റ്റാൾജിക് വൈബ് തോന്നുന്നു ഊഞ്ഞാലൊക്കെ ആടുമ്പോ. റിച്ചുവിനെ ഞാൻ ഊഞ്ഞാലിലെത്തി. അവനെനിക്ക് ഊഞ്ഞാല് ഭയങ്കര ഇഷ്ടമായി. ഇനി വീട്ടിൽ ചെല്ലുമ്പോ ഊഞ്ഞാലമ്മ എന്ന് ഒരു വാഴ്ച പിടിക്കുമെന്നാണ് ഞാൻ പറയും. പപ്പയുടെ അടുത്തേക്ക് പൊക്കോളാം. പിന്നെ ഇതാ കാണുന്ന ലേക്ക്. ഞാൻ പറഞ്ഞ നേരത്തെ സൈഡിൽ കൂടെ സ്റ്റെയർ ഉണ്ട്, പക്ഷെ അതിൽ നമുക്ക് ഇറങ്ങാൻ പാടില്ല.
ഇവിടെ കുറെ വെറൈറ്റി ഊഞ്ഞാലുകൾ ഉണ്ട് കേട്ടോ. നമുക്ക് കിടന്നടന്ന് ഇരുന്ന് ചാരി ഇരുന്നടന്ന് ചെരിഞ്ഞിരുന്ന് ചാരി ഇരുന്നടങ്ങി ആടെ. അവനൊരു ഊഞ്ഞാല് കിട്ടി. അവനിട്ട് ഞാനിരുന്ന ഊഞ്ഞാലിൽ നിന്ന് അമ്മ ഇറങ്ങി അമ്മ ഇറങ്ങി അമ്മ എന്ന് പറയുന്നുണ്ട്. അവൻ ആ ഊഞ്ഞാലിൽ തന്നെ ഇരിക്കണമെന്ന്. ഋതുവിന്റെ യുദ്ധത്തിന് ഇട്ടുകൊണ്ട് എന്ത് ചേട്ടാ ഇരിക്കുന്നുണ്ടോ? അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഞാൻ അവനെ ചേട്ടനെ ഏൽപ്പിച്ചു. ഒരു പപ്പയും മോനും കൂടി ഇരുന്ന് ആടട്ടെ, ഞാൻ ഇപ്പുറത്തിരുന്ന് ആടുണ്ട്. അവർ രണ്ടാളും കൂടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ഒരുമിരുന്നു. നമുക്ക് ചാതിരിക്കണമെങ്കിൽ ഇരിക്കാം, അല്ലാതെ വെറുതെ ഇരിക്കണമെങ്കിൽ ഇരിക്കാം. പക്ഷെ ആട്ടാൻ ഇത്തിരി പാടാ. ഋതുവിന് ചേട്ടാനുള്ള ആഗ്രഹം കൊണ്ട് അവനെ എടുത്തിട്ട് ചേട്ടായി അങ്ങോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ പപ്പയുടെ പിറകെ ഓടാനുള്ള എത്ര കണക്കാണില്ല. ഞാൻ വിട്ടില്ല, പിടിച്ചു നിർത്തി. ഇവൻ മിക്കവാറും ഈ ഊഞ്ഞാല് വീട്ടിൽ കൊണ്ട് വാശി കാണിക്കുന്നു തോന്നുന്നു ഗൈസ്. ഞങ്ങൾ കിട്ടി ഊഞ്ഞാലൊക്കെ കയറി നാട് കേട്ടോ. പണ്ട് എനിക്ക് വീട്ടില് പപ്പ ഇതുപോലെ മരത്തിൽ ഊഞ്ഞാല് കെട്ടിത്തരായിരുന്നു. എന്നിട്ട് നമ്മൾ ആ ഇരിക്കുന്ന ആ ഒരു സ്ഥലമല്ലേ, അത് ഈ തെങ്ങിന്റെ പട്ട ഇങ്ങനെ വെച്ച് ഓല ഉള്ള പട്ട വെച്ച് ഇങ്ങനെ പണ്ടത്തെ നൊസ്റ്റാൾജിക് വൈബൊക്കെ ഓർമ്മ വരാൻ കേട്ടോ. ഈ നേച്ചർ ആട്ടോ അടിപൊളി. കിളികളുടെ പോലും ശല്യമില്ലാത്ത അടിപൊളി സ്ഥലം, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റിയ സ്ഥലം. ഈ ഊഞ്ഞാല് പൊട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. മേളിൽ നിന്ന് കിട്ടുന്ന സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. ദൈവമേ എന്താവാൻ തോന്നുന്നു. പിന്നെ കുഴപ്പമില്ല, വീണാലും താഴെ തന്നെ ഉണ്ടാവൂല. പിന്നെ ഇതൊക്കെ പേടിക്കാനുണ്ട്. അങ്ങനെ ആശ്വസിക്കാം. ചേട്ടാ ഇത് അവന്റെ ആ സാധനത്തിൽ കേട്ടിട്ട് ചാടി ഇറങ്ങുന്നുണ്ട്. അവനെ എന്താ പേടി തോന്നുന്നു. അവർ രണ്ടാളും കുഴപ്പം. ഞാൻ അതിലിരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് എടുത്തു. വീഡിയോസൊക്കെ പിറകിടാട്ടോ. പിന്നെ ഇതാ കാണുന്ന മരത്തിന് മേളിൽ ഒരു ഹട്ടുണ്ട്. ബട്ട് നോ എൻട്രി, കയറാൻ പറ്റില്ല. എന്റെ ചേട്ടനായിരുന്നു ആടുന്നുണ്ടത്. അതുപോലെ ഒരു സാധനം മേടിക്കാൻ ചേട്ടായിട്ട് എങ്ങനെ പറയും ഭർത്താവ് എന്ന് വിചാരിച്ച് നടന്നപ്പോഴേക്കാണ് ചേട്ടാ ഇങ്ങോട്ട് പറയാണ്, ആ ഒരു സാധനം നമുക്ക് വീട്ടിലോട്ട് മേടിച്ചാലോടിയില്ല. ഈ തേടിയ വെള്ളി കാലിൽ ചുറ്റിൽ പറയില്ല, അതുപോലെ കിടക്കുന്ന കിടപ്പ് കണ്ടോ. ഞങ്ങളിതേ കുറച്ച് നേരമൊക്കെ ഒന്ന് ബെഞ്ചൊക്കെ കണ്ടപ്പോൾ ഇരുന്ന് രസം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. വേറൊരു ഹട്ട്. ഇനി അങ്ങോട്ടേക്കുള്ള ചിൽഡ്രൻസ് പാർക്കാട്ടോ. ഊഞ്ഞാല്, പിള്ളേർക്കുള്ള ഊഞ്ഞാല്. ഞാൻ കാണുന്ന ഹട്ടാണ് കേട്ടോ. അതും നോ എൻട്രി. കയറണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ചെന്നപ്പോൾ അതും നോ എൻട്രി. അപ്പൊ അതിന്റെ മേളിലൊക്കെ കയറുന്നവർക്ക് എന്താണോ കുഴപ്പം, ഒരു വേസ്റ്റ് ബിൻ വെച്ചത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നു. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവായിരിക്കും. ചിലപ്പോൾ അതിന്റെ മേളിൽ കയറി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുക എന്തെങ്കിലും ആയിരിക്കാം. ഐ ഡോണ്ട് നോ. എന്തായാലും അങ്ങോട്ടേക്ക് നടന്നവർ റിച്ചിന്റെ ഒരു ഊഞ്ഞാലുണ്ട്. അപ്പൊ ഞാൻ അതിന് കയറിയിരുന്നേ. അപ്പോഴേക്കും അവിടെ വർക്ക് സ്റ്റാഫ് ഒക്കെ ഉണ്ടല്ലോ, അവരൊന്ന് അതിന് എഴുന്നേക്ക് അത് പൊട്ടുന്നു തന്നെ എത്തിച്ചു വിട്ടു. അതിന്റെ ഉള്ളിലോട്ട് കാണുന്ന കേട്ടോ നല്ല പാർക്ക്. എന്താ ഓട്ടം, പിടിച്ചാൽ കിട്ടില്ല ഗൈസ്. നല്ല ഓട്ടമാണ്. പിന്നെ വിശാലായിട്ട് കിടക്കുന്നോണ്ട് കുഴപ്പമില്ല. കുറെ മോളെയോ കിടക്കുന്നു. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. കുറച്ച് ടൂറിസ്റ്റുകാർ വന്നിട്ടുള്ളൂ. കുറെ നാളായിട്ടുള്ള ഒരു സൂ ആട്ടോ, മിനി സൂ ആണിത്. കോടനാട് മിനി സൂ, കോടനാട് കേട്ടോ, മലയാറ്റൂർ അടുത്ത്. എന്തായാലും സ്ഥലം അടിപൊളിയാട്ടോ. നടന്നു പോകാനൊക്കെ നല്ല രസമാണ്. അവന്റെ കൈമ ഒന്ന് പിടിക്കാന്ന് വിചാരിച്ചപ്പോഴേക്കും ഓടുന്നുണ്ട് പപ്പയുടെ കൂടെ നടക്കാൻ വേണ്ടിട്ട്. നമുക്ക് പോകുന്നവർക്ക് വെയിലൊക്കെ കൊള്ളാതിരിക്കാനായിട്ട് ഈ ഹട്ട് പോലെ കണ്ടിട്ടുണ്ട് കേട്ടോ. കണ്ട ഗൈസ് എന്റെ പിറകെ ഒരാള് വരുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് മൈൻഡ് ഇല്ലാതെ പോകുന്നുണ്ട് ഗൈസ്. എന്താ ആനപ്പാപ്പാമാരെ നോക്കി, ഇവരെ പോലെ ആന നോക്കിയില്ല. പപ്പയും മോനും കൂടെ നടക്കുന്നതായിട്ട് എനിക്കിഷ്ടം. കാരണം എനിക്ക് വീഡിയോസ് ഒക്കെ എടുക്കാലോ. അവന്റെ കൈമ പിടിച്ചോണ്ടിരുന്ന വീഡിയോ എടുക്കാൻ നടക്കില്ല. ഒരു പപ്പയും മോനും കൂടെ നടക്കട്ടെ, അതല്ലേ കോംബോ. ഈ വഴി കണ്ടോ ഗൈസ്, എനിക്ക് നമ്മുടെ മഞ്ചത്രത്താഴ് മൂവിയില് അതില് ഒരു വാനിലായിരുന്നു പാട്ടിലേക്ക് അതൊക്കെയായിട്ട് ഓർമ്മ വരുന്നത്. അടിപൊളി വഴിയാണ്. എന്താ പറയാ, വെയിലുണ്ട് പക്ഷെ വെയിൽ ഫീൽ ചെയ്യുന്നില്ല. അതാണ് മരങ്ങൾ വെയിലിന് ഇങ്ങനെ പിടിച്ചു നിർത്തിയേക്കാൻ ബ്ലോക്ക് ചെയ്ത്. സൈഡിലേക്ക് കാടാണ്. പക്ഷെ കൊരങ്ങന്മാരൊക്കെ ഉണ്ടോന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട്. ഫോണെങ്ങനെ കാണിച്ചുകൊണ്ട് പോവോ ഇല്ലയെന്ന്. പക്ഷെ അത്ര ഒന്നൊക്കെ കണ്ടൊന്നുമില്ല. ഒരു വെയിലുണ്ട് പക്ഷെ നമുക്ക് വെയിൽ ഫീൽ ചെയ്യില്ല ഗൈസ്. നിറച്ച് മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു വഴിയാണെന്ന് പറയാം. അച്ഛൻ്റെ കൈമ പിടിച്ചായിട്ട് ഞാൻ നടക്കുന്നത്. ചേട്ടൻ നടക്കുന്നുണ്ടോ? അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. കൊക്കോ എന്ന് പറഞ്ഞ അവനെ ഞാൻ പപ്പയുടെ കൂടെ പറഞ്ഞു വിട്ടു. പിന്നെ വർത്താനൊക്കെ പറഞ്ഞ് നടക്കാമോ. കാട് കയറി നടക്കുന്നുണ്ട് അവൻ. നല്ല വഴി ഉണ്ടായിട്ടും കാട് കയറി നടക്കുന്നു. റോട്ടിൽ കൂടെ നടക്കാൻ പറഞ്ഞപ്പോ ഒന്നും പറഞ്ഞോണ്ട് പോകുന്നതാണ് കാണുന്നത്. ചേട്ടായി നടക്കുന്നുണ്ട്. എന്താ സുഖമല്ല. പക്ഷെ നല്ല വഴിയാട്ടോ, അവന് നടക്കുന്നതിനുണ്ട്. അത്രയും നല്ല വഴിയാട്ടോ ഗൈസ്. അങ്ങനെ അത് ടീ ഷോപ്പ് വേണ്ടപ്പോ ആവശ്യതയെല്ലാം നടന്നു. ചായയും നഗറ്റ്സും കഴിക്കാനായിട്ട് കയറിയിട്ട് ഗൈസ്. കുഴപ്പമൊന്നുമില്ല. റിച്ചുണ്ട് നല്ല തിരക്ക്, നല്ല ചായയും സ്നാക്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി. ഈ ലൈഫിൽ ആദ്യമായിട്ടില്ല അവൻ കയറാൻ പോകുന്നത് കേട്ടോ. അവൻ എന്താ ഏതോ ഒന്നും അറിയില്ല. അവനോട് ഇറങ്ങാൻ പറഞ്ഞ് അതിപ്പടിപ്പ് ഇറങ്ങും കേട്ടോ ഗൈസ്. എന്താണ് പറ്റിയെന്നൊന്നും അവൻ അറിയില്ല. ഇപ്പൊ തന്നെ ലാൻഡ് ചെയ്യട്ടോ ഗൈസ്. റിച്ച് വിചാരിക്കട്ടോ ഞാനെങ്ങനെ താഴെ എത്തി. അങ്ങനെ കുതിരേനെ കണ്ടപ്പോ ആ മിഷൻ ഞാൻ വിട്ടുവേ. അടുത്ത സ്ഥലത്ത് കയറി. കുതിരപ്പുറത്ത് ആടാണ് എന്താ ആട്ടം. ഇതേ 3 കുതിരകള് ഒറ്റയ്ക്കിരുന്ന് കറങ്ങാത്തന്റെ ചേട്ടാ ഇതെ കറക്കി കൊടുക്കാണ്.
അത് ഇഷ്ടമായിട്ടുണ്ട് ടാക്ക്. ഞങ്ങൾ ഇതിനുമ്പോ ഒരു അങ്കമാലി ഫെസ്റ്റിന് പോയപ്പോ ഒരു സാധനത്തിൽ കയറ്റിട്ട് അവൻ ഇത് മുകളിൽ ഇറങ്ങി. പക്ഷെ അത് കാറും ഇറങ്ങിട്ടാ. ഇതെന്താക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതേ പണ്ടത്തെ സീസോ, പണ്ട് LP സ്കൂളിൽ ഞാനൊക്കെ പഠിക്കുന്ന സീസോ വരുന്ന എന്തോരം കഴിച്ചേക്കുന്നതെന്ന് അറിയുന്നത്. സീസോ അല്ല, ഞാൻ പഠിച്ച സ്കൂളിലെ സീസോല് അപ്പുറത്തെ ആളില്ലാത്തന്റെ ചേട്ടയെ ആട്ടി കൊടുക്കാണ്. ഇടയ്ക്ക് അവനെ ഇങ്ങനെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ആര് പേടിക്കായിരുന്നു, അവനൊക്കെ ഒരു പ്രശ്നമേ അല്ല. ആളൊന്നും കൂടെ കയറേണ്ട വയസ്സ്. ഇതില് 3 വഴിയാണ് കേട്ടോ. ഞാൻ ഇതിലിറങ്ങാൻ പറഞ്ഞപ്പോ ഗുഹ പോലെ കണ്ട പേടിയായിട്ട് ഞാൻ ഇതിൽ നോക്കിയപ്പോ അവൻ അപ്പുറത്ത് എത്തി. ഇതിന്റെ പിറകെ ഒരു പെൺകുച്ചും കൂടെ കയറി വരുന്നുണ്ട്. ഇവന്റെ പ്രായത്തിലുള്ള പെൺകുച്ചാ നോക്കുന്നു. ആ വഴി കയറിയിട്ടാള് ഇപ്പൊ തന്നെ ഇറങ്ങൂട്ടാ. നേരത്തെ ഇറങ്ങിയ പേടിപ്പാക്ക് കയറൂട്ടാ അല്ലേ. ആ പെണ്ണിനെ തള്ളിയിട്ടോണ്ടത് ഞാൻ പറഞ്ഞ എടാ നീ ഇതിൽ തന്നെ ഇറങ്ങടാന്ന് പറഞ്ഞു. ഇപ്പൊ എത്തൂട്ട ഗൈസ് താഴെ. ഇപ്പൊ കോന്നും പറഞ്ഞപ്പോ വീഴുകയാണ് കേട്ടോ ഗൈസ്. പോരട്ടെ 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 എത്തിയിട്ടോ ഗൈസ്. ഞാനിവനെ അങ്ങനെ എന്നോട് കളിയാക്കായിരുന്നു കേട്ടോ ഗൈസ്. ഇത് അടുത്തത് ഇതിന്റെ കുഴപ്പമൊന്നും. അവര് തട്ടയും മോനോട് അവിടെ ഒരു നാട്ടിട്ടെ. ഞാൻ അവിടെ ഒരു വലിയ ഊന്നാലും ഉണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു 3 ആക്കി ഇരിക്കാം. അത്രയും നല്ലൊരു ഊന്നാലും. അപ്പൊ ചേട്ടാ എന്നെ അവിടെ ഇരിക്കണം കാണണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളിത് നടന്ന് അത്യാവശ്യം അതൊക്കെ ഉള്ളൂട്ടാണ്. ഇതൊക്കെ നടന്ന് ഞങ്ങളിത് വണ്ടിയുടെ അടുത്തോട്ട് പോവാട്ടോ. അതിനൊരു സംഭവം ഉണ്ടായി. ഞങ്ങളവിടെ ചായ കുടിച്ചിട്ട് വീഡിയോ എടുത്തില്ലേ. ഞാനവിടെ സെൽഫി വീഡിയോ എടുത്താണ്. അതിന്റെ ബാക്കിൽ ഒരു ചെറുക്കനും പെണ്ണെടുപ്പുണ്ടായിരുന്നു. ആ ചെറുക്കനോട് പറഞ്ഞു ഞാൻ അവരെ തന്നെ വീഡിയോ എടുത്തേന്. ലാസ്റ്റ് ഞാൻ പറഞ്ഞു അവരോട് വഴക്കുണ്ടാവണമെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ സെൽഫി വീഡിയോ എടുത്തതായിട്ടോ എന്നും പറഞ്ഞു. ചായ എടുക്കുന്ന സെൽഫി വീഡിയോ എടുത്തായിട്ടോ എന്ന് പറഞ്ഞു. നമ്മുടെ ഫോണിൽ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് അവർക്ക് എന്താ കുഴപ്പം. അവര് രണ്ടും ചമ്മിപ്പോയി. ആ പെണ്ണാണ് ആദ്യം ചമ്മിപ്പോയത്. എല്ലായിടത്തും പോട്ടെ. അവര് ആ പുള്ളി പിന്നെ ഞാൻ ഇവിടെ ഉള്ളതായിട്ടോ നോക്കണേ. നമ്മളെ പുള്ളിയോട് ചോദിച്ചൊന്നുമില്ലല്ലോ. കുറെ ആൾക്കാരുണ്ട് ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ വിചാരിക്കാതെ അവരുടെ വീഡിയോ ആകുമ്പോ എന്തായാലും ഗൈസ് നാട്ടുകാരൊക്കെ ഇങ്ങനെ. എന്തായാലും സ്ഥലം അടിപൊളിയാട്ടോ. ഇടയ്ക്ക് ഇതുപോലെ ടെൻഷൻ ഫ്രീ ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലം കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഫ്രണ്ടിലെത്തി, എൻട്രിയിലെത്തി. കൊച്ചിന് ദേവൻ നീ ഓടിയാലോ നിർത്തി കാണിച്ചുകൊണ്ട് പോവാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, അവൻ ഓടി ഗൈസ്, റോഡ് വരെ ഓടി. അവനെ കൊണ്ട് ഞാൻ പിറകെ ഓടിച്ചെന്ന് അവനെ ഞാൻ പിടിച്ച് ചേട്ടയുടെ അടുത്തോട്ട് വിട്ടു. ഇനി ഇവിടെ നിന്ന് ഒരു 2-2.5 മണിക്കൂർ ഞങ്ങളിവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഗൈസ്. അത്രയും മതി. ഒന്ന് കൂളാവാൻ ധാരാളം. എന്തായാലും സ്ഥലം അടിപൊളിയാണ്. ഞാൻ ഇവിടെ 3-5 തവണ വന്നിട്ടുണ്ട്. അന്നൊക്കെ കുറെ ആനകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കുറെ ആനകൾ ഇല്ല. അവർക്കെങ്കിലും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവായിരിക്കും. ആനകൾക്കും വേണ്ടി ഒരു മാറ്റം, സ്ഥലം മാറ്റമൊക്കെ. അങ്ങനെ ഇതേ റിച്ചുവിനെ പപ്പയുടെ അടുത്തോട്ട് വിട്ടോണ്ട് ഞാനും ഇതേ കാറിന്റെ അടുത്തോട്ട് പോവാണ്. അവന്റെ പിറകെ ഓടി നഗറ്റ്സും ചായയൊക്കെ ദഹിച്ചു. അതുകൊണ്ട് ഞങ്ങളൊരു ഷവർമയും അൽഫാമൊക്കെ കഴിക്കാനായിട്ട് വരുന്ന വഴിക്ക് കയറി. അങ്ങനെ ഇതേ അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മലയാറ്റൂർ കൂടിയായിട്ട് പോകുന്നത്. മലയാറ്റൂർ അധികാരം കൂടിയായിട്ട് മണപ്പാട്ടിച്ചെറിയുണ്ട്. അത് കൂടിയായിട്ട് പോകണം. എന്തായാലും വന്ന് അതിൽ കൂടെ പോവാന്ന് കരുതി ചേട്ടോട് പോവാലോ എന്ന് പറഞ്ഞു പോവാണ്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യണം. അപ്പോൾ ബൈ, സീ യു.